ചേച്ചി മറ്റൊരു വലിയ ഫാമിലിയാണല്ലേ. സ്റ്റേജ് നിറഞ്ഞു നിൽക്കാണ്. പക്ഷെ പെർഫോമൻസ് വളരെ ഭംഗിയായിരുന്നു കാണാൻ. എക്സാക്ട്ലി ഒരു വീട്ടില് നടക്കുന്ന സംഭവം. പിന്നെ ഐ തിങ്ക് സ്വപ്നം കാണുകയാണല്ലേ. ഐ തിങ്ക് വിഷു സമയത്ത് കൃഷ്ണന്റെ ഒരു നല്ല അല്ലെ ഫുൾ സ്വപ്നത്തിൽ എല്ലാരും വരുന്നതും പോണതൊക്കെ കണ്ടു. എല്ലാരും നല്ലോണം അവര് റോൾ ചെയ്തു കേട്ടോ. ഓൾ ഓഫ് യു. ഇനി നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇൻട്രൊഡക്ഷൻസ് തുടങ്ങാം. അമ്മ, അമ്മ, അത് അച്ഛൻ, അച്ഛൻ, അത് നന്ദന സിസ്റ്ററാണ്. ഇനി ബാക്കി തുടങ്ങും. പിന്നെ അത് അമ്മാവനാണ്. Okay. ഇത് കൊച്ചച്ഛനാണ്. അച്ഛന്റെ വൈഫ് കുഞ്ഞമ്മ. Okay. പിന്നെ അമ്മാവന്റെ വൈഫ്. Alright. പിന്നെ അമ്മാവന്റെ മക്കളാണ് സോമു, സോനു. Okay. പിന്നെ ഇത് കുഞ്ഞമ്മയുടെ Okay. മോനും മോളും. Okay. ഇത് അങ്കിളിന്റെ അല്ലല്ല അങ്കിളിന്റെ മോൾ, ആന്റിയുടെ മോള്. ഇത് വേറൊരു അങ്കിളിന്റെ മോൾ. ഓക്കെ. സോ എല്ലാരും കുട്ടികളാണ്. നേനെയാണോ ഇപ്പൊ ഏറ്റവും നിങ്ങളൊക്കെയാണോ മൂത്തത്? കൂട്ടത്തിൽ മൂത്തത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് ചിത്ര ചേച്ചി പാടിയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ പ്ലസന്റും. ഫസ്റ്റ് ഓഫ് ഓൾ പാട്ടിന്റെ ആ ഒരു ഭംഗിയുണ്ട്. കൃഷ്ണന്റെ ഒരു ചാമുണ്ട്. നന്ദുരി വെരി വെൽ. ചിത്ര ചേച്ചി വളരെ നല്ലതായിരുന്നു. ഞാനൊന്നും എഴുതിയില്ല കേട്ടോ, ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ശരിക്കും നല്ല നിങ്ങളുടെ ഫാമിലി എല്ലാരും വളരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞുമാവ അടക്കം അതിങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പൊ നന്നായിട്ട് ചെയ്തു കേട്ടാ. ഓ താങ്ക് യു. അമ്മ പിന്നെ ഭയങ്കര അഭിനയായിരുന്നു. അതിനോട് അമ്മ നല്ലോണം. അതെ, അമ്മയും അച്ഛനും. അതെ. സിസ്റ്റർ ഡാൻസർ ആണോ? അല്ല, ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. ആള് കളിക്കും. ചെയ്തത് നല്ല ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു. ചെയ്യാൻ പഠിക്കുന്ന കുട്ടിയാന്ന് വിചാരിച്ചു ഡാൻസ്. ഞാനൊന്നും എഴുതിയിട്ടില്ല മോൾ. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. മോള് നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഷീല മാം, വാസ്തവത്തിൽ ഒരു വീട്ടിന്റെ അകത്ത് വിഷു സമയത്ത് വന്നതുപോലെ തോന്നി എനിക്ക്. അത്രയും നന്നായിരുന്നു. വളരെ നാച്ചുറൽ ആയിരുന്നു. പിന്നെ വീട്ടിലെ ഓരോ അംഗങ്ങളും എല്ലാരും അവിടെ നിന്ന് വിരുന്നിന് വന്ന ആൾക്കാരും അവരും ഇവരും എല്ലാരും ഓരോരുത്തരും അവരവരുടെ റോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. പാട്ട് നന്നായിരുന്നു, അത് വേറെ കാര്യം കേട്ടോ. ഇത് എല്ലാരും നന്നായിരുന്നു. ആ കൃഷ്ണനായിട്ട് നിന്ന ആള് വിരല് പോലും വന്നിപ്പോ ഓരോ പ്രാവശ്യം നിൽക്കുമ്പോൾ പോലും അതേമാതിരി സ്റ്റാച്ചുവിനെ പോലെ അതേപോലെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അമ്മ എന്താ ഡാൻസ് പഠിച്ചിട്ടുള്ള ആളാണോ? അഭിനയിച്ചിട്ടുണ്ടോ? നല്ല അഭിനയം കേട്ടോ. സോ നൈസ്, നന്നായിരുന്നു. ഒരു വിഷുവിന് വന്നു നിങ്ങളുടെ കൂടെ ഊണ് കഴിച്ചതുപോലെ തോന്നുന്നു എനിക്ക്. ഇത് കണ്ടിട്ടൊരു നയന സുഖം, ഒരു നയന രസം, മനോഹരമായിരുന്നു കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഇപ്പം ഷീല മാഡം ചോദിച്ച പോലെ എനിക്ക് അമ്മ അവിടെ വന്നിട്ട് ഇങ്ങനത്തെ ചില ആക്ഷൻസ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ ഡാൻസ് പഠിച്ചതാണോ എന്നെനിക്ക് ഒരു സംശയം തോന്നി. പിന്നെ ഇത്രയും നേരം ഒരാൾ അറ്റത്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ അച്ഛനെ കൂടെ പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ ഗംഭീരമായിട്ട് ഉറങ്ങി കേട്ടോ. നന്നായിട്ട് എപ്പം നോക്കിയാലും ആന്ന് കൂർക്കം വലിച്ചുറങ്ങി. നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണൻ